ഹായ്, ഞാൻ സൈനുദ്ദീൻ ചെറുകാട്. നാഷണൽ ആയുഷ് മിഷൻ NAMൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കേരളത്തിൽ ആയുർവേദം, നേച്ചുറോപ്പതി, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ, ആയുഷ് എന്നീ 6 മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനും അതിൻ്റെ ആരോഗ്യ സേവനങ്ങളും അതിൻ്റെ വികസനവും സംബന്ധിച്ചുള്ള പ്രവർത്തനമാണ് കേരള ഘടകം ഇവിടെ നടപ്പിലാക്കി വരുന്നത്. നാഷണൽ ആയുഷ് മിഷൻ കേരള ഘടകത്തിൻ്റെ മലപ്പുറം ജില്ലാ പ്രവർത്തനം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് നടക്കുകയുണ്ടായി. കാലത്ത് 7 മണി മുതൽ 8:30 വരെ മലപ്പുറം കോട്ടക്കുന്ന് പാർക്കിൽ യോഗ പ്രദർശനവും അഭ്യാസവും നടത്തി. അതിനുശേഷം 9:30 മുതൽ വൈകുന്നേരം വരെ മലപ്പുറം കലക്ട്രേറ്റിൻ്റെ മെയിൻ ഗേറ്റിന് സമീപത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഹാളിൽ വെച്ച് ഒരു എക്സ്പോ നടത്തുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് മലപ്പുറം ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ ഡോക്ടർ റോയ് ജോസഫ്, DMO ISM, ഭാരതീയ ചികിത്സാ വകുപ്പ്, മലപ്പുറം. ഡോക്ടർ ബർദിഷ മലപ്പുറം ജില്ലയിലെ എപ്പിഡമിക് സെല്ലിന്റെ കൺവീനറാണ്. ഈ പ്രോഗ്രാമിന്റെയും കൺവീനറാണ്. ഇത് ഡോക്ടർ ബിജോയ്, ISM മെഡിക്കൽ ഓഫീസറാണ്. ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിനാണ്. ഹെൽത്തി കേരള എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം ഗവൺമെന്റ് നടപ്പിലാക്കിയ വൈബ് ഫോർ വെൽനെസിന്റെ കണ്ടിന്യൂവേഷൻ പ്രോഗ്രാമാണ്. ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രൊജക്റ്റാണ് ഹെൽത്തി കേരള എന്ന് പറയുന്നത്. ഈ ഹെൽത്തി കേരളയില് 2 ഡിപ്പാർട്ട്മെന്റ് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഒന്ന് ആരോഗ്യ വകുപ്പ്, 2 ആയുഷ് വകുപ്പ്. ഹെൽത്തി കേരളയിലെ പ്രൊജക്ട് 4 തീമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ഈറ്റ് വെൽ എന്ന് പറയും, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം. 2, സ്ലീപ്പ് വെൽ, കൃത്യമായിട്ടുള്ള ഉറക്കം. 3, കെയർ വെൽ, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ആരോഗ്യ പരിശോധന. 4മത്തെയാണ് ആക്റ്റീവ് വെൽ, പ്രായത്തിനനുസരിച്ചുള്ള വ്യായാമം എന്ന് പറയുന്നത്. ഈ വ്യായാമത്തിന്റെ കാര്യങ്ങളിൽ വാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ജോഗിങ് ഉണ്ട്, അതുപോലെ തന്നെ സുംബ ഡാൻസസ് ഉണ്ട്. പക്ഷെ ആയുഷിന്റെ ആക്റ്റീവ്, ആയുഷിന്റെ ഹെൽത്ത് എക്സസൈസ് എന്ന് പറയുന്നത് എന്നും യോഗ തന്നെയാണ്. അത് ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല, അതൊരു മെന്റൽ എക്സസൈസ് കൂടിയാണ്. അതിനാലാണ് ഞങ്ങളെപ്പോഴും ആയുഷ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും യോഗയെ പ്രൊജക്ട് ചെയ്യുന്നതും മറ്റുള്ള എക്സസൈസിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ യോഗയെ നമ്മൾ ചെയ്യുന്നത്. അത് രാവിലത്തെ പ്രോഗ്രാമിനെ കുറിച്ച്. രാവിലത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് അവിടുത്തെ മുഖ്യ അതിഥി ജില്ലാ കളക്ടറായിരുന്നു, ശ്രീ VR വിനോദ് സാറ്. നമസ്കാരം, ഞാൻ ഡോക്ടർ സിനി, നാഷണൽ ആയുഷ് മിഷന്റെ മലപ്പുറം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറാണ്. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായിട്ട് യോഗ പരിപാടി കോട്ടക്കുന്ന് വെച്ച് നടക്കുകയാണ്. നാഷണൽ ആയുഷ് മിഷനെ സംബന്ധിച്ചിടത്തോളം യോഗ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ സംസ്ഥാനത്തുടനീളം ഈ ഡിസ്പെൻസറികളെ മെച്ചപ്പെടുത്തി HWCകളായി നിലവാരപ്പെടുത്തി അതിലേക്ക് യോഗ ഇൻസ്ട്രക്ടർമാരെ നാഷണൽ ആയുഷ് മിഷൻ വഴി നമ്മൾ കൊടുക്കുകയും അവരുടെ ഏറ്റവും നല്ല സേവനം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കാനും നാഷണൽ ആയുഷ് മിഷന് സാധിച്ചിട്ടുണ്ട്. യോഗ എന്തുകൊണ്ടും നമ്മളുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കുറേയും കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു യോഗ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നാഷണൽ ആയുഷ് മിഷന്റെ യോഗ ഇൻസ്ട്രക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു നാട്യ യോഗ പ്രദർശനം ഉണ്ട്. കൂടാതെ സൂര്യ നമസ്കാരത്തിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ സെഷൻ ഉണ്ട്. അതുകൂടാതെ വയ്യാതിരിക്കുന്നവർക്ക് ചെയറിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ യോഗ അഭ്യസിക്കാം
എന്നുള്ളതിന്റെ ഒരു ഡെമോൺസ്ട്രേഷനും യോഗ ഇൻസ്ട്രക്ടർമാരുടെ ടീം നല്ല രീതിയിൽ ഇവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇനി മുന്നോട്ട് നമ്മൾ ഓരോരുത്തരും രോഗനിയന്ത്രണത്തിനും രോഗപ്രതിരോധത്തിനും വേണ്ടി ബാക്കി ആഹാരം, നിദ്ര, നമ്മുടെ ചര്യ, ആക്ടിവിറ്റി എന്നതിലെ പോലെ തന്നെ ഏറ്റവും ഊന്നൽ കൊടുത്തുകൊണ്ട് യോഗ എന്ന എക്സസൈസ് ശരീരത്തിനും മനസ്സിനും വേണ്ടി അഭ്യസിച്ച് തുടങ്ങണം എന്നുള്ള ഒരു സന്ദേശം കൂടെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. എല്ലാവരും യോഗ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി. Nadirthim tananatum tanna, nadirthim tananatum tanna. Nadirthim tananatum tanna, nadirthim tananatum tanna, nadirthim tananatum tanna, nadirthim tananatum tanna, nadirthim tananatum tanna. Nadirthim tananatum tanna, nadirthim tananatum
back to front. 1, 2, breathe in, breathe out. Right, left, right, left. കൈകൾ അരക്കെട്ടിന് മുകളിൽ പതിയെ വെക്കുന്നു. ഹിപ്പ് റൊട്ടേഷൻ, ലെഫ്റ്റിലേക്ക്, ഫ്രണ്ടിലേക്ക്, റൈറ്റ്, ബാക്ക്, ലെഫ്റ്റ്. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഉയർത്തിപ്പിടിച്ചു കൊണ്ട് തന്നെ തിരിച്ചു വന്നിരുന്നു. സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിടുമ്പോൾ സാവധാനം കൈകൾ മുൻവശത്ത് കൂടിയോ സൈഡിലൂടെയോ തിരിച്ചു കൊണ്ടുവരും. ഒരേ മനസ്സോടെ ഒരേ ഉദ്ദേശത്തോടെയുള്ള കൂട്ടായിട്ടുള്ള ഒരുമിച്ച് ഈ ആസനത്തിൽ അല്പനേരം കൂടെ ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് കൈകൾ തിരികെ കൊണ്ടുവരാം. കഴുത്ത് ബാക്കോട്ട് തൂക്കിയിട്ട് സാധാരണ ശ്വാസത്തിൽ നിലകൊള്ളാം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈകളുടെ സപ്പോർട്ട് എടുത്ത് നന്നായി ഒന്ന് ഉയർന്ന് ബട്ടക്സ് സ്ക്വീസ് ചെയ്ത് പിടിച്ച് കാലുകൾ ചേർത്ത് വെച്ച് താടി ഉയർത്തി മുകളിലേക്ക് നോക്കുക. അല്പനേരം വിശ്രമിക്കാനായി അനുവദിക്കാം. ശേഷം അവിടുന്ന് ഒരു 90 ഡിഗ്രി വരെ എത്തട്ടെ. അവിടുന്ന് പവനമുക്താസനത്തിലേക്ക് കിടക്കാം. മുട്ട് 2 മടക്കി നെഞ്ചോട് ചേർത്ത് കൊണ്ടുവന്ന് ഇന്റർലോക്ക് ചെയ്ത് കൈകൊണ്ട് നെഞ്ചിന്റെ അടുത്തേക്ക് ചേർത്ത് കൊണ്ടുവരാം. ശ്വാസം എടുത്തുകൊണ്ട് ഓരോ കൈയായി റിലീസ് ചെയ്ത് തിരിച്ചു വരാം. നേരെ മകരാസനത്തിലേക്ക് കമന്ന് കിടക്കുക. കൈകൾ രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലത്ത് താടി വെച്ച് കാലുകൾ വിരലുകൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ, ഹീലകത്തേക്കും വിരലുകൾ പുറത്തേക്കും വരുന്ന രീതിയിൽ മകരാസനത്തിൽ അല്പനേരം വിശ്രമിക്കാം. സ്വാഭാവികമായുള്ള ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക. എൻ്റെ പേര് ഡോക്ടർ പ്രസീത. ഞാൻ കോട്ടക്കൽ ആയുർവേദ കോളേജിൽ കായചികിത്സാ വിഭാഗത്തിൽ നാഷണൽ ആയുഷ് മിഷൻ്റെ വെൽനസ് സെൻ്ററിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇന്ന് കോട്ടക്കുന്ന് മൈതാനത്ത് ആയുഷിൻ്റെ ഭാഗമായിട്ട് വൈബ് ആൻഡ് വെൽനസിൻ്റെ ഭാഗമായിട്ട് യോഗ ഡെമോൺസ്ട്രേഷനും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഒരു വലിയ എനർജി ആയിരുന്നു. ശരിയായിട്ടുള്ള ഈറ്റിംഗ്, ശരിയായിട്ടുള്ള റെസ്റ്റിംഗ്, ശരിയായിട്ടുള്ള എക്സസൈസ് എന്നുള്ള ഗവൺമെൻറ് പ്രചരിപ്പിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാക്കാനായിട്ട് നല്ലൊരു ഹെൽത്തി ആളുകളെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. അപ്പം നിങ്ങളെല്ലാം നാഷണൽ ആയുഷ് മിഷൻ്റെ സർവീസ് ഉപയോഗപ്പെടുത്തണമെന്നും നാഷണൽ ആയുഷ് മിഷൻ NAM കേരള ഘടകത്തിൻ്റെ മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങിയ ആയുഷ് ചികിത്സാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നാഷണൽ ആയുഷ് മിഷൻ അഥവാ NAM. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ആയുഷ് ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കേരളത്തിൽ NAM പദ്ധതി ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ആയുഷ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ നടപ്പിലാക്കപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ NAM പദ്ധതി മുഖേന നിരവധി സേവനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടന്നു വരുന്നു. അതിലൊന്ന് സർക്കാർ ആയുഷ് സ്ഥാപനങ്ങളുടെ വികസനം. മലപ്പുറം ജില്ലയിലെ സർക്കാർ ആയുർവേദ ആശുപത്രികൾ, ഹോമിയോ ഡിസ്പെൻസറികൾ, ആയുഷ് ക്ലിനിക്കുകൾ എന്നിവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി NAM പദ്ധതി ധനസഹായം നൽകുന്നു. കെട്ടിട നവീകരണം, OP സൗകര്യ വികസനം, ചികിത്സാ മുറികളുടെ മെച്ചപ്പെടുത്തൽ,
ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവ നൽകുന്നതിലൂടെ സേവനം മെച്ചപ്പെടുന്നു. 2. മരുന്ന് ലഭ്യത ഉറപ്പാക്കൽ. പൊതുജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിലൂടെ സൗജന്യമായി ആയുർവേദവും ഹോമിയോ മരുന്നുകളും ലഭ്യമാക്കുന്നതിന് NAM പദ്ധതി സഹായിക്കുന്നു. മരുന്നുകളുടെ സ്റ്റോക്ക് ലഭ്യത ഉറപ്പാക്കുകയും ഫാർമസി സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. 3. സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളുടെ പ്രവർത്തനം. NAM പിന്തുണയോടെ മലപ്പുറം ജില്ലയിലെ പല ആയുഷ് സ്ഥാപനങ്ങളിലും പ്രത്യേക OP ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ അഥവാ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം, വൃദ്ധജന ചികിത്സ, സ്ത്രീ രോഗങ്ങൾ, കുട്ടികളുടെ ആരോഗ്യ പരിചരണം തുടങ്ങിയ മേഖലകളിലെ പ്രത്യേക പരിചരണ സേവനങ്ങൾ നൽകുന്നു. 4. യോഗ പരിശീലനം, യോഗ ക്യാമ്പുകളും. മലപ്പുറം ജില്ലയിൽ NAM മുഖേന യോഗ പരിശീലന പരിപാടികൾ നടത്തപ്പെടുന്നു. സ്കൂളുകൾ, കോളേജുകൾ, പഞ്ചായത്ത് തല ക്യാമ്പുകൾ എന്നിവയിൽ യോഗ പരിശീലനം നൽകി മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. 5. പഞ്ചകർമ്മ ചികിത്സാ സൗകര്യം. പ്രധാന സർക്കാർ ആയുർവേദ ആശുപത്രികളിൽ പഞ്ചകർമ്മ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ NAM പദ്ധതി സഹായിക്കുന്നു. തെറാപ്പി മുറികൾ, ഉപകരണങ്ങൾ, ചികിത്സാ സേവനങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നു. 6. ഔഷധ സസ്യ വികസനം. NAM പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ഔഷധ സസ്യ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നു. വീട്ടുവളപ്പിലും കൃഷിയിടങ്ങളിലും ഔഷധ ചെടികൾ വളർത്താൻ പരിശീലനവും ബോധവൽക്കരണവും നൽകുന്നു. 7. ബോധവൽക്കരണ ക്യാമ്പുകളും ആരോഗ്യ വിദ്യാഭ്യാസവും. NAM വഴി പൊതുജനങ്ങൾക്ക് ആയുഷ് ചികിത്സയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനുള്ള ഭക്ഷണക്രമം, വ്യായാമം, യോഗ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നു. ഈ പ്രോഗ്രാമിൽ വരുന്ന എല്ലാവർക്കും നമ്മൾ ഹെൽത്ത് ചെക്കിനോടൊപ്പം ഹെൽത്ത് കാർഡാണ് ഇഷ്യൂ ചെയ്യുന്നത്. വളരെയധികം ആൾക്കാർ ഹെൽത്ത് കാർഡിനോട് താല്പര്യപ്പെടുന്നുണ്ട്. ഹെൽത്ത് കാർഡിൽ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കാർഡിൽ പൊതുവേ നമ്മൾ വരുമ്പോൾ പൊതുവേ ചെയ്യും BMI കൂടുതലാണെങ്കിൽ, ബോഡി മാസ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ നമ്മൾ ആയുർവേദത്തിലെ ഏറ്റവും ഈ കാലത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഈ കാലത്തെ അസുഖങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ത്രിഫല നമ്മൾ കൊടുക്കുന്നത്. കടുക്ക, താനിക്ക, നെല്ലിക്കയുടെ ഒരു കോമ്പിനേഷനാണ് കൊടുക്കുന്നത്. ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു മരുന്ന് വേറെ ഇല്ല. ഞങ്ങളുടെ ഗവൺമെന്റ് ഡിസ്പെൻസറികളിൽ നിന്നും ഇവിടെ നിന്നും ഇത് വളരെ സൗജന്യമായിട്ട് തന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു രസായന മെഡിസിനാണ്, കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാവുന്ന ഒരു മരുന്ന്. അതുപോലെ തന്നെ ഹെൽത്ത് ഫുഡാണ് നമുക്കിവിടെ എക്സ്പോ ആയിട്ട് എക്സ്പോയിൽ വരുന്നത്. ഹെൽത്തി ഫുഡാണ്. ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ഡ്രിങ്കും കൂടി ഒരുമിച്ചാണ് വരുന്നത്. അത് പ്രിപ്പയർ ചെയ്യുന്ന വിധം, ഫുഡ് കഴിക്കാനുള്ള അവസരം എല്ലാം ഈ എക്സ്പോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. സിദ്ധ, യുനാനി അവരുടെ മെഡിസിൻസ്, ഹോമിയോ ഫുഡുകൾ, ഇതെല്ലാം ഈ എക്സ്പോയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ നാഷണൽ ആയുഷ് മിഷൻ്റെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് വളരെ പ്രയോജനകരമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾക്കും അതുപോലെ ഗ്രൂപ്പുകളിലേക്കും വാട്സപ്പ് മുഖേനയും മറ്റു നവമാധ്യമങ്ങളിലൂടെയും നിങ്ങൾ പങ്കുവെക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു.